ഹൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് വന്നിട്ട് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞു. സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നു ജൂലൈ 3-ാം തീയതി. അന്ന് ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ UGP അതേപോലെ PG കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഐ തിങ്ക് സോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഇതിന് മുന്നേ ഹോസ്റ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ അതിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഹോസ്റ്റൽ കിട്ടുന്നത് ഡിസ്റ്റൻസ് വൈസാണ് കൂടുതലും ഹോസ്റ്റൽ കിട്ടുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഹോസ്റ്റലിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് അടിച്ചു കൊടുത്തതിൻ്റെ സൈറ്റ് വരും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ഫോം ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് വഴിയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വഴിയാണ് കിട്ടുന്നത്. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരും, സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ മാർക്കോ അതൊന്നല്ല നോക്കുന്നത്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം നിങ്ങൾ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ കിട്ടാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതലുള്ള, അതായത് ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അവിടെ പഠിക്കുന്ന പിള്ളേരൊന്നും ആരും ഇല്ല നിങ്ങളുടെ ക്ലാസ്സിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കൊല്ലത്ത് പഠിക്കുന്നവർക്കൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. പിന്നീടായാലും കിട്ടും. ഇപ്പം ഇന്ന് കിട്ടിയില്ലെങ്കിലും, അതായത് ഇപ്പം ഈ വർഷം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും ഹോസ്റ്റലിൽ കിട്ടും. ഇപ്പോൾ കൊല്ലത്തോ ആലപ്പുഴയോ ഉള്ളവരൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടും, പേടിക്കണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ദൂരമുള്ളവർക്ക്. അതാണ് കാസർഗോഡ്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ആ ഭാഗങ്ങളൊക്കെ ഇല്ല, അവിടെ ഉള്ള പിള്ളേർക്കായിരിക്കും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്. പിന്നെ റിസർവേഷൻ കാറ്റഗറി നോക്കും. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും ഹോസ്റ്റലിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ ഡൗട്ട്. ഹോസ്റ്റലിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു 65 to 90 ആയിരുന്നു 1 ഡേയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ 1 ഡേയുടെ റേറ്റ് വരുമ്പോൾ അതിലെല്ലാം വരും, ഫുഡ്, സ്റ്റേ, വാട്ടർ എല്ലാം കൂടിയുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വേറെയാണ്. ഇപ്പം എക്സാമ്പിൾ എനിക്കൊരു മാസം വന്നിട്ടുള്ളത് ഏകദേശം 2500 ഉള്ളിൽ വരെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2500 കഴിയാം. ഒരു മാസത്തെ റേറ്റാണ് പറഞ്ഞത്. ആ റേറ്റിൽ വ്യത്യാസം വരുന്നത് ഓരോ മാസത്തുള്ള സാധനങ്ങളുടെ റേറ്റ് വ്യത്യാസം, മെനുവിലുള്ള വ്യത്യാസം നോക്കും. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ഇപ്പം ജസ്റ്റ് ഗ്യാസിന് വില കൂടിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസിന് വില കൂടിക്കഴിഞ്ഞാലോ ആ റേറ്റിന് വ്യത്യാസം വരും. അപ്പോൾ എത്ര ദിവസമാണോ നമ്മൾ നിന്നത്, ഇപ്പം എക്സാമ്പിൾ ഒരു ദിവസം 75 റുപ്പീസാണ് നിൽക്കുക. അപ്പോൾ 75 റുപ്പീസ് എത്ര ദിവസമാണോ നമ്മളവിടെ നിന്നത് ആ റേറ്റ് പ്ലസ് സർവീസ് ചാർജ് പ്ലസ് ഇലക്ട്രിസിറ്റി ബിൽ, അങ്ങനെയാണ് നമ്മുടെ ഹോസ്റ്റൽ ചാർജ് വരുന്നത്. മാക്സിമം 3000. അതിൽ കൂടുതൽ എനിക്ക് വന്നിട്ടില്ല. ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓണത്തിൻ്റെ ടൈമിൽ 10 ദിവസം ലീവാണ്, അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ ടൈമിൽ 10 ദിവസം ലീവാണ്. ആ സമയത്ത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD അടുത്ത് പറയാം ഹോസ്റ്റലിൽ ലീവ് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അലോട്ട് ചെയ്ത് തരികയാണ് 10 days ലീവ്, ക്ലാസ് ഇല്ല, അപ്പോൾ ലീവാണ് എന്ന് പറഞ്ഞിട്ട് അലോട്ട് ചെയ്ത് തരുന്ന ആ നോട്ടീസ്, അതിൽ ഹോസ്റ്റലിലുള്ള എല്ലാവരുടെ പേരുണ്ടായിരിക്കണം, നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരുടെ പേരുണ്ടായിരിക്കണം. അതും ഹോസ്റ്റൽ വാർഡൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് കിട്ടും, ഹോസ്റ്റൽ റേറ്റ്. പിന്നെ SC/ST വിഭാഗക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അവർക്ക് സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ അവർക്ക് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ ഫീസ് അടയ്ക്കല്ലോ, എത്രയാണ് ഹോസ്റ്റൽ ഫീസ് എന്ന് മന്ത്ലി നമുക്ക് ഒരു ചാർട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ വാർഡൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ, ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ എത്രയാണ് ഫീസ് എന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞിട്ട് ആ പൈസ അടച്ച റെസീപ്റ്റ് ഇല്ലേ, ആ റെസീപ്റ്റ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്യണം. എല്ലാ മാസവും അടച്ച ഫീസ് റെസീപ്റ്റ് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ കൊടുക്കുക. അപ്പോൾ ആ ഫീസ് കളക്ട് ചെയ്ത റെസീപ്റ്റ്, ഫീസ് അടച്ച റെസീപ്റ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ ഉണ്ടായിരിക്കും. അതെപ്പോഴായിരിക്കും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത്, നിങ്ങൾ എത്ര ഫീസാണോ നിങ്ങൾ ഹോസ്റ്റലിൽ അടച്ചത് ആ റെസീപ്റ്റിലുള്ള അതേ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് ഒരു എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ 6 മാസം ഫീസ് അടച്ച റെസീപ്റ്റ് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈ 6 മാസം നിങ്ങൾ എത്ര എമൗണ്ടാണ് നിങ്ങൾ അടച്ചത് എന്നുള്ളത് ആ റെസീപ്റ്റിലുണ്ട്. അപ്പോൾ ആ 6 മാസത്തെ എമൗണ്ട് എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ടൊരു എമൗണ്ട് ഇല്ല, ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അങ്ങനെയാണ് അത് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിലവർ റിസർവേഷൻ
ഉള്ളവർ ഫീസ് അടയ്ക്കാണ്ടിരിക്കുന്നവരുണ്ട്. ഫീസ് അടയ്ക്കാണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ നിന്നും അത് ഹോസ്റ്റൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ആ കാര്യം. പിന്നെ ഇനി എന്താ ഡൗട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞാനിപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചിങ്ങും ട്യൂഷൻസും എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയി വന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ബൈ.